ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഐഷ എന്ന് പറഞ്ഞ ലെനിൻ രാജേന്ദ്രൻ സാറിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ചെയ്തത്. അതായിരുന്നു എൻ്റെ ആദ്യമായിട്ട് ഞാൻ സ്ക്രീനിൽ മുന്നിൽ വന്നത്. അങ്ങനെയാണ്. പിന്നെ ഞാൻ 11th പഠിക്കുമ്പോൾ മിസ് കേരള 2009 ഞാൻ പങ്കെടുത്തിരുന്നു. അപ്പോൾ മിസ് ബ്യൂട്ടിഫുൾ ഐസ് എന്ന റൈറ്റിൽ കിട്ടിയിരുന്നു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഫിലിം ഫീൽഡിലേക്ക് ഒരു എൻട്രി. മലർവാടി ആർട്സ് ക്ലബ്ബാണ് ആദ്യത്തെ മൂവി. വിനീതേട്ടൻ എൻ്റെ മിസ് കേരളയിലുള്ള കുറച്ച് ഫോട്ടോസ് കണ്ട് അങ്ങനെ സെലക്ട് ചെയ്തതാണ് മലർവാടിയിലേക്ക്. ഗീതു എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ അങ്ങനെയാണ് ഗീതു എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ എത്തുന്നത്. മലർവാടി കണ്ടതിന് ശേഷം കുറേ പേര് എന്നെ വിളിച്ചിരുന്നു. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പറഞ്ഞത് നാടൻ എന്നെ മിക്കവരും ഇങ്ങനെ മോഡേൺ കോസ്റ്റ്യൂംസിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷെ നാടനായിട്ട് നാടൻ പെൺകുട്ടിയായിട്ടായിരുന്നു മലർവാടിയിൽ. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ല മാച്ചായിട്ടുണ്ട് ആ കോസ്റ്റ്യൂമും ആ ക്യാരക്ടറും മാളുവിനും എന്ന് പറഞ്ഞു. അപ്പോൾ അതുതന്നെയാണ് ആദ്യത്തെ പ്രതികരണം. നന്നായി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എപ്രിസിയേഷൻ ആയിരുന്നു കൂടുതലും. അപ്പോൾ തീർച്ചയായിട്ടും അത് എന്താ ഹാപ്പിനെസ് തന്നു. ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആവണമെന്നോ അല്ലെങ്കിൽ ഒരു ഫിലിമിൽ അഭിനയിക്കണമെന്നൊരു ചിന്താഗതിയോടെ വന്നതല്ല ഫിലിമിലേക്ക്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഓഫർ കിട്ടിയപ്പോൾ അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ മലർവാടിയിലേക്കും പിന്നെ മറ്റ് സിനിമകളിലേക്കും എത്തിയത്. ഞാൻ ഒരിക്കലും എന്താ സിനിമ ചെയ്യണം അല്ല ആ ഒരു ആഗ്രഹം ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിലേക്ക് വന്നതിന് ശേഷം എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതെനിക്കൊരു പ്രൊഫഷനാക്കാൻ പിന്നീടാണ് എനിക്ക് ആഗ്രഹം. എന്താണെന്ന് വെച്ചാൽ ഞാൻ അനുപം കേരള ആക്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്താ സിനിമ, അതിൻ്റെ ടെക്നിക്കൽ സൈഡും അതിൻ്റെ മറ്റെല്ലാ ഭാഗങ്ങളും മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോൾ എനിക്കും ആഗ്രഹം വന്നു. സിനിമ ഇനിയും ചെയ്യണം, നല്ല സിനിമകൾ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്. ഈ ഒരു ഫീൽഡിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു കലാകാരിയാണെന്ന് നമുക്ക് മറ്റുള്ളവർ നമ്മളെ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ സന്തോഷം. അപ്പോൾ തീർച്ചയായിട്ടും ഇതും അതിൻ്റേതായ രീതിയിൽ അതിൻ്റേതായൊരു പോസിറ്റീവ് സൈഡ് നോക്കുമ്പോൾ എനിക്ക് ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് എന്താ പറയുക എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നൊരു പ്രൊഫഷനാണ് സിനിമ. നമുക്കറിയാം നമുക്ക് കുറേ കാറ്റഗറീസ് ഓഫ് ഫിലിംസ് ഉണ്ട്. ആർട്ട് ഫിലിംസ് ഉണ്ട്, കമേഴ്ഷ്യൽ ഫിലിംസ് ഉണ്ട്, ആർട്ട് കം കമേഴ്ഷ്യൽ ഫിലിംസ് ഉണ്ട്, എല്ലാതും ഉണ്ട്. പക്ഷേ ഒരിക്കലും എന്താ പറയുക ഇന്ന ഫിലിമിൽ അഭിനയിക്കുള്ളൂ അല്ലെങ്കിൽ ഞാൻ കമേഴ്ഷ്യൽ മൂവി മാത്രം ചെയ്യുള്ളൂ എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ഞാൻ അങ്ങനെ ചെയ്യൂല. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ചെയ്തതിൽ തന്നെ മകരമഞ്ഞ് എന്ന് പറഞ്ഞൊരു ഫിലിം ചെയ്തു. അതിൽ കാർത്തിക എന്ന് പറഞ്ഞ ഹീറോയിൻ ക്യാരക്ടറിൻ്റെ സിസ്റ്ററായിട്ട് റോൾ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെയ്തത് ഇപ്പം അടുത്തായിട്ട് ആട്ടക്കഥ എന്ന് പറഞ്ഞ മൂവിയുണ്ട്. അതും ഇങ്ങനെ പറയുകയാണെങ്കിൽ കഥകളിക്ക് ഇമ്പോർട്ടൻസ് നൽകിയിട്ടുള്ളൊരു മൂവിയാണ്. അപ്പോൾ ഞാൻ രണ്ടും ചെയ്തിട്ടുണ്ട്, കമേഴ്ഷ്യലും ആർട്ട് മൂവിയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇന്ന ചിത്രം അങ്ങനെയില്ല. പക്ഷെ നല്ല സ്റ്റോറി ആയിരിക്കണം, നല്ല ഡയറക്ടർ ആയിരിക്കണം, ഒരു നല്ലൊരു മൂവിയുടെ ഒരു പാട്ടാവാൻ കഴിയണം. അത് മേ ബി കമേഴ്ഷ്യൽ, മേ ബി ആർട്ട്, വാട്ട് എവർ ഇറ്റ് ഇസ് ഓക്കെ ഫോർ മീ. ഒരു മലയാളി ആയതുകൊണ്ട് തന്നെ മലയാളം മൂവീസിനോട് ഒരു പ്രത്യേക ആകർഷണം പണ്ട് മുതലേ ഉണ്ടായിരുന്നു. മേ ബി നമ്മുടെ സ്ക്രിപ്റ്റ്സും നമ്മുടെ ഡയറക്ടേഴ്സും ഒരു സില്ലി ഗോയിങ് അല്ല, വളരെ ഡീപ്പായിട്ട് ചിന്തിച്ച് വളരെ മേ ബി വർഷങ്ങളായിട്ട് അതിലേക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ഫാമിലി ഓറിയൻറ്റഡ് സ്റ്റോറീസ് ആയാലും അതിന് ഭയങ്കര വാല്യൂസ് കൊടുത്ത് ചെയ്യുന്ന മൂവീസാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു നമ്മളെ ആകർഷിക്കുന്ന ഒരു ഭാഗമാണ് മലയാളം ഇൻഡസ്ട്രിയിൽ. മറ്റേ നമ്മൾ വേറെ ഇൻഡസ്ട്രീസ് നോക്കണ പോലെ ഒരു ഹൈ മീൻസ് ഒരു ബിൽഡപ്പോ ഒന്നും കൊടുക്കാതെ തന്നെ സിമ്പിളായിട്ട് എത്രയോ മൂവീസ് വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ റിയാലിറ്റി ഫിലിമിലേക്ക് കൊണ്ടുവരുന്നത് തന്നെയാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. നമ്മളെ വിട്ടുപിരിഞ്ഞ അനവധി ആർട്ടിസ്റ്റുകളുണ്ട്. പക്ഷേ എന്താ പറയുക, അവരൊന്നും മരിച്ചിട്ടില്ല, പക്ഷെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതെന്ന് അവരുടെ ക്യാരക്ടേഴ്സിലൂടെ അല്ലെങ്കിൽ അവർ ചെയ്ത സിനിമകളിലൂടെ നമുക്ക് തോന്നാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവരൊരു ലാൻഡ് മാർക്കായിട്ട് ഒരു സിഗ്നേച്ചർ ഇട്ട പോലെയാണ് ഓരോ ഫിലിംസും. അത്രയും സ്പ്ലെൻഡഡായിട്ട് ചെയ്ത അവരുടെ മൂവീസ് അതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇവരൊക്കെയാണ് ആർട്ടിസ്റ്റ്. ഓക്കെ, ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു എന്താ പറയുക അങ്ങനത്തെ ആർട്ടിസ്റ്റുകളിലൊക്കെ അവരുടെ ഒരു ബ്ലെസ്സിങ്സും തീർച്ചയായിട്ടും നമ്മളെ ഈ ഇൻഡസ്ട്രിക്ക് ഉണ്ട് എപ്പോഴും. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഇപ്പം അടുത്ത് നമ്മളെ വിട്ടു പോയ തിലകൻ സാറുണ്ട്, പിന്നെ സുകുമാരി ചേച്ചിയുണ്ട്, പിന്നെ
ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാർ, അങ്ങനെ പിന്നെ ഗിരീഷ് പുത്തഞ്ചേരി സാർ, പിന്നെ ലോഹിദാസ് സാർ, ഇവരൊക്കെ എന്താ ക്രീം ഓഫ് ദ ഇൻഡസ്ട്രി എന്ന് പറയുകയാണെങ്കിൽ ഇവരൊക്കെയാണ്. പക്ഷെ അവർ ഇപ്പം നമ്മുടെ ഒപ്പം ഇല്ല. പക്ഷേ അവരൊക്കെ നമുക്ക് ഇപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടേഴ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെയൊക്കെ ഒരു ബ്ലെസ്സിങ്സ് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഫേവറേറ്റ് ആക്ട്രസ് മഞ്ജു വാര്യർ ചേച്ചിയാണ്. നമ്മുടെ എല്ലാവരുടെയും എവർഗ്രീൻ ആക്ട്രസ്സായ ചേച്ചി തന്നെയാണ്. ഇപ്പോൾ സിനിമയിലേക്ക് തിരിച്ച് വീണ്ടും വരാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ ഐ മീൻ അങ്ങനത്തെ ഒരു ചേച്ചി, ഐ മീൻ നമ്മുടെ മലയാളത്തിൽ അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായത് തന്നെ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്, മഞ്ജു ചേച്ചിയെ പോലുള്ള ആർട്ടിസ്റ്റ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് മഞ്ജു ചേച്ചിയാണ്. മൂവീസ് പറയുകയാണെങ്കിൽ എനിക്ക് കണ്ണാടി പൊട്ടും തൊട്ട് വളരെയധികം എനിക്കിഷ്ടപ്പെട്ടൊരു മൂവിയാണ് ചേച്ചിയുടെ. പിന്നെ സമരൻ ബത്ലയും, പിന്നെ എല്ലാ കാറ്റഗറീസിലും എന്താ നാടൻ മോഡേൺ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്തതും ആ ക്യാരക്ടേഴ്സും അതിൽ ചെയ്ത ക്യാരക്ടേഴ്സും ആ മൂവീസുമാണ്. ഒരു അഭിനേത്രി ആവണേക്കാട്ടി മുമ്പ് ഞാനൊരു ഡാൻസറായിരുന്നു. ഐ മീൻ ഇപ്പോഴും ഡാൻസറാണ്. എന്താ പറയുക, ഞാൻ ചെറുപ്പം മുതലേ മേ ബി ഒരു LKG മുതലേ ഞാൻ ഡാൻസ് പഠിച്ചു തുടങ്ങിയതാണ്. ക്ലാസിക്കൽ ഡാൻസ്, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി. ഇപ്പോൾ ഞാൻ ഭരതനാട്യം മാത്രമാണ് അഭ്യസിക്കുന്നത്. എൻ്റെ ഗുരു ആദ്യം ഞാൻ കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചറുടെ അടുത്തായിരുന്നു പഠിച്ചത്. പിന്നെ ഞാൻ കലാമണ്ഡലം പ്രസന്ന ഉണ്ണി എന്ന് പറഞ്ഞ ടീച്ചറുടെ അടുത്ത് പഠിച്ചു. ഇപ്പോൾ ഞാൻ RLV ആനന്ദ് സാറിൻ്റെ കീഴിലാണ് പഠിക്കുന്നത്. അപ്പോൾ എന്താ എൻ്റെ ഒരു പാഷൻ, എനിക്ക് എപ്പോഴും ഫിലിം ഇല്ലെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം തരുന്നൊരു ഹോബിയും അല്ലെങ്കിൽ ഒരു പാഷനാണ് ഡാൻസിങ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ഡാൻസർ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. ദൈവം സഹായിച്ച് എനിക്ക് ചിലതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ സാർ എൻ്റെ ഗുരുവായ RLV ആനന്ദ് സാറിൻ്റെ ഒപ്പം ഒരു ഡാൻസ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൈശിക്കി എന്നാണ് പേര്. അപ്പോൾ അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ഡ്രീം എന്ന് പറയുകയാണെങ്കിൽ, ഒരു പ്രൊഫഷണൽ ഡാൻസർ ആവാമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ഡ്രീം. എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു പുരുഷനിൽ വേണ്ട, ഐ മീൻ എനിക്ക് തോന്നിയിട്ടുള്ള അവർക്ക് വേണ്ട ഏറ്റവും വലിയ ഗുണം എന്ന് പറയുകയാണെങ്കിൽ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുക. സ്വന്തം അവർക്കൊരു അമ്മയുണ്ട്, അവർക്കൊരു സിസ്റ്റർ ഉണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും സ്ത്രീകളെ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുകയും അവർക്ക് ഏറ്റവും കൂടുതൽ കെയറിങ് നൽകുന്ന ഒരു പുരുഷനാണ്. എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസത്തെക്കാളും ഏറെ ഞാൻ ഏറ്റവും അതിനാണ് ഇമ്പോർട്ടൻസ് നൽകുന്നത്. റെസ്പെക്റ്റ് ചെയ്ത് ലേഡീസിനെ റെസ്പെക്റ്റ് ചെയ്യാൻ ഏതൊരു പുരുഷനും അറിയണം. അത് തീർച്ചയായിട്ടും പഠിക്കണം. നമ്മളിപ്പോൾ കാണുന്ന പോലെ ഡൽഹി കേസും മറ്റേ കേസൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്, അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാം, പക്ഷെ അവർക്ക് എന്താണ് ഒരു അമ്മ അല്ലെങ്കിൽ എന്താണ് ഒരു സിസ്റ്റർ എന്ന് അവർക്ക് അറിയാത്തത് കൊണ്ടായിരിക്കണം അങ്ങനെയൊക്കെ ചെയ്തതും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പുരുഷനിൽ ഏറ്റവും ഫസ്റ്റ് ഗുണം എന്ന് പറയുകയാണെങ്കിൽ ലേഡീസിനെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണം. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം എന്ന് പറയുകയാണെങ്കിൽ പച്ചയാണ്. എനിക്കിഷ്ടം ഇങ്ങനെ വളരെ പച്ചപ്പുള്ള സ്ഥലങ്ങളാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ പച്ച നിറത്തിനോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. മിക്ക ഡ്രസ്സസും പച്ചയിലാണ് ഇപ്പോൾ ഉള്ളതിൽ. അപ്പോൾ എനിക്ക് പച്ച നിറത്തിനോട് പ്രത്യേക ഇഷ്ടമാണ്. ഇപ്പം ഞാൻ ചെയ്തത് ഒരു തമിഴ് മൂവിയാണ്, അഴകുമരൻ. അത് റിലീസായിട്ടില്ല, മേ ബി ജൂലൈയിൽ റിലീസാവും. പിന്നെ കന്നഡയിലൊരു മൂവി ചെയ്തിട്ടുണ്ട്, നന്ദീഷ. അത് റിലീസായി. അപ്പം ഇനി ഞാൻ ഇപ്പം മലയാളത്തിലും ആട്ടക്കഥ എന്ന് പറഞ്ഞ മൂവി റിലീസായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി കാണണം. ഇപ്പം ഞാൻ വേറെ മൂവീസൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. കുറച്ച് സ്ക്രിപ്റ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്നും കൺഫേം ചെയ്തിട്ടില്ല ഏതാ ചെയ്യേണ്ടതെന്ന്. നല്ലൊരു ഫിലിം ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്താലും നല്ലത് വരുമ്പോൾ എടുക്കാമെന്ന് വെച്ചിട്ടാണ്.
സൂപ്പർ സ്റ്റാർ ആക്കുന്നത് അവരുടെ ഫിലിംസാണ്. അവർ ചെയ്ത ഒരു ഫിലിംസിൻ്റെയും ക്യാരക്ടേഴ്സാണ് അവരെ സൂപ്പർ സ്റ്റാർ ആക്കുന്നത്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഓരോ ഫിലിം കാണുമ്പോഴും എനിക്ക് തോന്നും ഇദ്ദേഹമാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ. ഇപ്പോൾ വരുന്ന ന്യൂ ജനറേഷൻ ഫിലിംസിലും നമ്മുടെ ന്യൂ ഹീറോസ് ഉണ്ട്, ന്യൂ കമേഴ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് ആരും ഞാൻ എടുത്ത് പറയുന്നില്ല, നല്ല ഫിലിംസിലെല്ലാവരും സൂപ്പർ സ്റ്റാർസാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ സങ്കടപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ അച്ഛൻ്റെ മരണം. ഈ അടുത്താണ് അച്ഛൻ മരിച്ചത്. എനിക്ക് തോന്നുന്നു ലൈഫിൽ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തതും എന്നെ ഇവിടം വരെ എത്തിച്ചതും എൻ്റെ അച്ഛനാണ്. അച്ഛൻ ഒരാളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇവിടെ ഇപ്പോഴെത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ട് കൂടി മാത്രമാണ്. എന്താണെന്ന് വെച്ചാൽ എവിടെ എന്തുണ്ടായാലും എന്നെ അത്രയും കെയർ ചെയ്തിട്ട് എന്നെ കൊണ്ടുപോകുന്നതും, ഒപ്പം മാളു എൻ്റെ കഴിവുകളൊക്കെ എൻ്റെ അച്ഛനെ അറിയായിരുന്നു. പക്ഷേ ഞാൻ അത് വളരെ ലേറ്റായിട്ടാണ് അറിഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും അച്ഛൻ്റെ ആ ഒരു സ്നേഹവും ഒപ്പം സപ്പോർട്ടുമാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ അച്ഛൻ പോയതാണ് എനിക്ക് ലൈഫിൽ ഏറ്റവും എന്നെ സങ്കടപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ. എൻ്റെ ആദ്യത്തെ ഗുരു പറയുകയാണെങ്കിൽ എൻ്റെ അമ്മയാണ്. അമ്മയിലും വലിയ ഗുരുക്കന്മാരെ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ അമ്മയാണ് എൻ്റെ ഏറ്റവും വലിയ ഗുരു. എന്ത് തെറ്റ് ചെയ്താലും നമ്മളെത്രയും ഫോർഗീവ് ചെയ്ത് ഓക്കെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മളെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത് അമ്മയാണ്. അപ്പോൾ അമ്മയാണ് എൻ്റെ ഏറ്റവും വലിയ ഗുരു. നമുക്ക് എത്ര വലിയ വിഷമങ്ങൾ വന്നാലും നമ്മളെ വീണ്ടും റിക്കവർ ചെയ്യാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ അമ്മയായിരിക്കും. അങ്ങനത്തെ ഒരാൾ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ഗുരുവായിട്ട് നമ്മുടെ എപ്പോഴും ആ ഗുരുസ്ഥാനത്ത് നിൽക്കേണ്ടത് അങ്ങനത്തെ ഒരാളാണ്. ഞാൻ മാളവിക എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചൊക്കെ റിസർവ്ഡ് ആണെന്നാണ് എല്ലാവരും പറയാറ്. അധികം അങ്ങനെ എടുത്തു ചാടി സംസാരിക്കാറില്ല. കൂടുതലും ഇങ്ങനെ മിണ്ടാതിരുന്ന് ഇങ്ങനെ പമ്മിരിക്കാറുള്ളത്. മ്യൂസിക് നമ്മളെ മൂഡ് ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും ഓഫ് മൂഡാണെങ്കിൽ ഏതെങ്കിലും ഒരു നല്ലൊരു മ്യൂസിക് നമ്മളെ ഹാപ്പി ആക്കണ മ്യൂസിക്, നമ്മൾ ചുമ്മാ ട്രാവൽ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ചില മ്യൂസിക്സ് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മൂഡൊക്കെ മാറി പെട്ടെന്ന് നമുക്ക് സന്തോഷം, അല്ലെങ്കിൽ സന്തോഷമുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ മേ ബി സങ്കടമായെന്ന് വരാം, പക്ഷേ നേരെ ഓപ്പോസിറ്റ് ആയെന്ന് വരാം. അപ്പോൾ ഒരു മൂഡ് ഫ്ലക്ച്വേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് ഞാൻ മ്യൂസിക്കിന് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ പാടാറില്ല, പാട്ട് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അത് നിർത്തി. എനിക്ക് പാട്ടിനോട് പിന്നെ എനിക്കെന്നെ പാടാനുള്ള കഴിവ് കുറവാണ്. അപ്പം ഞാൻ തന്നെ നിർത്തിയതാണ് പാട്ട് പഠിക്കുന്നതൊക്കെ. ഏറ്റവും ഇഷ്ടമുള്ള മ്യൂസിക് എന്ന് പറയുകയാണെങ്കിൽ മലയാളത്തിൽ ഞാൻ എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ടാണ് ഒരു ചെമ്പനീർ എന്ന പാട്ടാണ്. എനിക്ക് ഭയങ്കര ടച്ചിങ്ങും നല്ല ലിറിക്സും ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള തോന്നിയിട്ടുള്ള ഒരു പാട്ടാണ്. കുറേ പാട്ടുകളുണ്ട് ഇഷ്ടമുള്ളത്, പക്ഷെ ഞാനിപ്പോൾ ഒരെണ്ണം എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പഠിച്ചതൊക്കെ തൃശ്ശൂരാണ്. തൃശ്ശൂർ ഹരിശ്രീ വിദ്യാനിധി സ്കൂളിലാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. ചെറുപ്പം മുതലേ എൻ്റെ മേ ബി പ്ലേ സ്കൂൾ തൊട്ട് ഹരിശ്രീത്തെ ഫ്രണ്ട്സ് തന്നെയായിരുന്നു കൂടെ. LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് 12th വരെയും ഹരിശ്രീ തന്നെയായിരുന്നു. ഹരിശ്രീയാണ് എൻ്റെ സെക്കൻഡ് ഹോം എന്ന് പറയുകയാണെങ്കിൽ ഹരിശ്രീയാണ്. എൻ്റെ ടീച്ചേഴ്സാണെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ ഡാൻസിനോട് താല്പര്യമുള്ള കാര്യം മിക്ക സ്റ്റേജ് പ്രോഗ്രാംസിനും ഹരിശ്രീയുടെ ഞാൻ ചെയ്യാറുണ്ട്. ഞങ്ങൾ ICSE സിലബസ് ആയതുകൊണ്ട് കോമ്പറ്റീഷൻസ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കോമ്പറ്റീഷൻസ് കുറവായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഇൻ്റർ സ്കൂൾ കോമ്പറ്റീഷൻസോ അങ്ങനെ ഒന്നും പോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഗ്രൂപ്പ് ഐറ്റംസിന് പോയിട്ടുണ്ടെങ്കിലും സിംഗിളായിട്ട് ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു അതെനിക്ക് അപ്പോൾ പഠിക്കുന്ന കാലത്ത് എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു ഇങ്ങനെ കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കാനൊക്കെ. പക്ഷെ അത് പറ്റിയില്ല. പക്ഷെ എന്നാലും ഹരിശ്രീ ഒരു വേറൊരു വേൾഡ് തന്നെയാണ്. ഞങ്ങളുടെ ടീച്ചേഴ്സ് ആണെങ്കിൽ വളരെ ഫ്രണ്ട്ലിയാണ്, ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ എല്ലാ സ്റ്റേജസും നമ്മളെ അറിഞ്ഞിട്ട് നമ്മളെ കുറേ അധികം സപ്പോർട്ട് ചെയ്ത ടീച്ചേഴ്സ് ഉണ്ട്. എടുത്തു പറയാൻ പറ്റില്ല, കുറേ ടീച്ചേഴ്സ് ഉണ്ട്. എനിക്ക് അസൂയ തോന്നിയിട്ടുണ്ട്, ഇഷ്ടംമാതിരി അസൂയ.
ഇഷ്ടമാതിരി ആളുകളുടെ അടുത്ത് അസൂയ തോന്നിയിട്ടുണ്ട്. മേ ബി അവരുടെ സൗന്ദര്യം കണ്ടിട്ടായിരിക്കാം, ചിലപ്പോൾ അവർക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ കണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലപ്പോൾ എനിക്കങ്ങനെ എടുത്തു പറയാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ ഒരിക്കലും തുറന്ന് പറഞ്ഞിട്ടില്ല ഇതുവരെ. അത് തുറന്ന് പറഞ്ഞിട്ട് ആരും ഹേർട്ട് ചെയ്തിട്ടുമില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് അസൂയ. അതുപോലെ തന്നെ ഞാനും ഒരു നോർമൽ ഹ്യൂമൻ ബീങ് ആണ്. തീർച്ചയായിട്ടും അസൂയ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ആരുടെ അടുത്തും തുറന്ന് പറഞ്ഞിട്ടില്ല അത്. എൻ്റെ ഹോബീസ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അത്യാവശ്യത്തിന് കുക്ക് ചെയ്യും. കുക്ക് ചെയ്യാൻ പഠിക്കുന്നുണ്ട്. ഒപ്പം ഇപ്പോൾ എനിക്കൊരു ചേച്ചിയുണ്ട്, പുഷ്പ എന്ന് പറഞ്ഞ ചേച്ചി. അപ്പോൾ ഞാനും ചേച്ചിയും കൂടിയാണ് അടുക്കളയിൽ മിക്കവാറും ഒരുമിച്ച് നിന്ന് എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാറ്. അപ്പോൾ എന്ത് കുക്ക് ചെയ്താലും അത് ആദ്യം ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ എൻ്റെ ചേട്ടൻ്റെ അടുത്താണ്. ചേട്ടൻ്റെ അടുത്ത് കഴിഞ്ഞിട്ടേ വേറെ ആർക്കും കൊടുക്കാറുള്ളൂ. അപ്പോൾ ചേട്ടനാണ് ഏറ്റവും ഫസ്റ്റ് ഏറ്റവും ഫസ്റ്റ് റിവ്യൂസ് തരുന്നത് ചേട്ടനായിരിക്കും. അപ്പോൾ ഒരു ഹോബി എന്ന് പറയുകയാണെങ്കിൽ കുക്കിംഗ് ആണ്. പിന്നെ അത്യാവശ്യത്തിന് വായിക്കും. എനിക്ക് എൻ്റെ പീക്ക് ഹവേഴ്സിലൊക്കെ കുറച്ച് എനിക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ കുറച്ച് വായിക്കാനും, ഒപ്പം എനിക്കൊരു പട്ടിക്കുട്ടിയുണ്ട്, ബോബോ എന്നാണ് പേര്. അപ്പോൾ ആളുടെ അടുത്ത് കുറച്ച് നേരമൊക്കെ ചിലവഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയൊക്കെയാണ് ഹോബീസ്. പിന്നെ ഡാൻസ് ഉള്ളപ്പോൾ പിന്നെ ഡാൻസാണ് ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻജോയ് ചെയ്യുന്നൊരു ഹോബിയോ അല്ലെങ്കിൽ പാഷൻ എന്ന് പറയുന്നത് ഡാൻസാണ്. അപ്പോൾ ഡാൻസ് മിക്ക ദിവസങ്ങളിലും ഉണ്ട്. അപ്പോൾ അതുതന്നെയാണ്. അങ്ങനെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോസ്റ്റ്യൂം സാരിയാണ്. സാരീസ് എടുക്കാനാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ വരുന്നത് ചുരിദാർ, സൽവാർസ്, കുർത്തീസ് അതൊക്കെ ഇഷ്ടമാണ്. ജീൻസ് ഞാൻ കഴിവതും എനിക്കറിയില്ല, എനിക്ക് അതിൽ അത്ര കംഫർട്ടബിളായിട്ട് തോന്നാറില്ല. അപ്പോൾ ഞാൻ ജീൻസ് കുറച്ചൊക്കെ ഒഴിവാക്കിയിട്ട് കുർത്തീസ് കൂടുതൽ യൂസ് ചെയ്യും. ഒപ്പം സാരീസ് പിന്നെ ഒക്കേഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് സാരീസ് അങ്ങനെ ഒക്കേഷൻസ് വരുമ്പോൾ മാത്രം യൂസ് ചെയ്യാറുള്ളൂ. പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് എപ്പോഴും സാരീസ് തന്നെയാണ് മുമ്പതിൽ നിൽക്കുന്നത്. പക്ഷെ അമ്മ പറയാറുണ്ട് ഈ പ്രായത്തിലൊക്കെ കുറച്ചൊക്കെ ബബ്ലി ആയിട്ട് ഇങ്ങനെ സ്കേർട്സും കാര്യങ്ങളൊക്കെ ഇട്ട് നടക്കണം. പിന്നെ ലൈഫിൽ വേറൊരു മോഡ് വരുമ്പോൾ തീർച്ചയായിട്ടും അപ്പം സാരി ഉടുക്കാമെന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ കൂടുതലും ഇങ്ങനെ കുർത്തീസും സ്കേർട്സും ഒക്കെ യൂസ് ചെയ്യാറുള്ളത്. പ്രണയം ആരോട് വേണേലും പ്രണയം തോന്നാം. പ്രണയം ഇല്ലാത്ത ആരുമില്ല. എനിക്കിപ്പോൾ പ്രണയം എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് എന്നോട് തന്നെയാണ് പ്രണയം എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി ആപ്റ്റ്. എൻ്റെ ഫിലിം ഫീൽഡ്, എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ എയിംസ്, ആസ്പിറേഷൻസ് അതിനോടൊക്കെയാണ് കൂടുതലും ഞാൻ പ്രണയിക്കുന്നത്. മഴയെ ഇഷ്ടമാണ്. മഴയെ പ്രണയിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുതന്നെയാണ് പ്രണയം. എനിക്ക് തോന്നുന്നു അതൊരു ഒരു 2011 മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത കരിയർ ഇപ്പോൾ 2013 എത്തിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത TCV പ്രേക്ഷകർക്കും TCV അണിയറ പ്രവർത്തകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ആദ്യം തന്നെ രേഖപ്പെടുത്താണ്. ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് വളരെയധികം താങ്ക്സ്. ഇനിയും എൻ്റെ ക്യാരക്ടേഴ്സ്, ഇനി വരുന്ന ഫിലിംസ് എല്ലാവരും കാണണം, തിയേറ്ററിൽ പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി.